ഹേ വാട്ട്സപ്പ് ആൻഡ് വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ ഇത് എന്താണ് പരിപാടി എന്ന് പറഞ്ഞാൽ രാവിലെ ഉറവപ്പാറയ്ക്ക് ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ നമ്മുടെ യൂഷ്വൽ മോർണിംഗ് റൈഡ് ലൊക്കേഷനൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഒരു സ്പോട്ടിലേക്ക് ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ സമയം 6 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ 25 കിലോമീറ്റർ കവർ ചെയ്യും. ഈ ഒരു ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നെടിയശാല കേട്ടോ. നെടിയശാല സ്കൂളും പള്ളിയൊക്കെ അവിടെ വരുന്നുണ്ട്. ഇതൊരു തീർത്ഥാടന കേന്ദ്രമൊക്കെ കേട്ടോ. അപ്പോൾ ഈ ഒരു 6 മണിക്ക് ഉറവപ്പാറ ടോപ്പ് എത്തണം എന്നാണ് വിചാരിച്ചത്. പക്ഷെ നമ്മുടെ പകുതി വഴി ഭയങ്കര മോശമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ലേറ്റ് ചെയ്തത്. അപ്പോൾ ഇനിയിപ്പം ഇവിടുന്ന് ഏകദേശം ഒരു 7 കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പം നേരെ അങ്ങോട്ട്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു മഞ്ഞ് പ്രതീക്ഷ കേട്ടോ ഇന്ന് ഇറങ്ങിയത്. പക്ഷെ ഇന്ന് എന്താണെന്നറിയില്ല, മഞ്ഞൊക്കെ കുറവാണ്. അപ്പോൾ നല്ലൊരു മഞ്ഞുള്ള ദിവസമാണെങ്കിൽ ഈ ഉറവപ്പാറയുടെ മേളിൽ നിന്നുള്ള ഒരു വ്യൂ ഒക്കെ അടിപൊളി കേട്ടോ. ഈ ഒരു റൂട്ട് എന്ന് പറഞ്ഞാലേ അത്യാവശ്യം നല്ല കയറ്റങ്ങളും നല്ല ഇറക്കങ്ങളും ഉള്ള വഴിയാട്ടോ. അപ്പോൾ നല്ലൊരു സ്പീഡിൽ പോകാൻ പറ്റില്ല കേട്ടോ, കാരണം ഇടയ്ക്ക് നല്ല കട്ടറുണ്ട്. പ്രത്യേകിച്ച് നമ്മളൊരു വളവൊക്കെ എടുത്ത് വരുമ്പോഴായിരിക്കും ഇപ്പോൾ കണ്ടുപോലത്തൊരു കട്ടറൊക്കെ വരുന്നത്. ഈ ഒരു ചെറിയ കയറ്റം കയറാറുണ്ട്. എൻ്റെ മോനെ കിട്ടു ഫ്രണ്ടൊക്കെ പോകുന്നുണ്ട്. വഴി ടാർ ചെയ്യാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ ബൈക്കിന് വന്നപ്പോൾ ഈ ഒരു റൂട്ടല്ല കേട്ടോ വന്നത്. അതായത് പറ്റുവാണെങ്കിൽ ആ റൂട്ട് നമുക്ക് തിരിച്ചു പോകാം. കാരണം ആ വഴി ഇച്ചിരി മോശമാണെന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് ഈ റൂട്ട് ചുറ്റി വന്നത്. ഇതോ അതാണ് നമ്മുടെ ഉറവപ്പാറ. അമ്പലത്തിൽ രാവിലെ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ആ റൂട്ട് വേണേൽ വരാമായിരുന്നു, പക്ഷേ ആ വഴി ഭയങ്കര മോശമായുണ്ട് കേട്ടോ ഈ വഴിയിൽ വരുന്നത്. ഇനി കേട്ടോ ക്ലൈംബ് വരുന്നത്, നല്ല അടിപൊളി ക്ലൈംബ്. അതിന് ഗ്രേഡിയൻ്റ് എത്രയെന്ന് ഞാൻ പിന്നീട് കാണിക്കട്ടോ. റിസ്ക് എടുക്കണില്ല, ഒന്നൊന്നിലേ കയറുന്നുള്ളൂ. കാരണം ഇടയ്ക്ക് വെച്ച് നമുക്ക് കയറി മാറ്റാൻ പറ്റില്ലല്ലോ. സോ സ്റ്റോപ്പ് അടിച്ച് ഗൈസ്. ഇപ്പോൾ ഇവിടെ ആട്ടോ നമ്മൾ സ്റ്റോപ്പ് അടിച്ച്. അല്ല 2 ഹെയർ പിൻ പോലെയൊക്കെ. അപ്പോൾ നല്ല ക്ലൈംബ് ആട്ടോ. അപ്പോൾ ഇവിടുന്ന് തിരിച്ചെടുക്കാൻ നോക്കും. അപ്പോൾ ഇവിടുന്ന് കഴിഞ്ഞാൽ പോലും
മേളിലൊരു നല്ലൊരു സ്ലോപ്പ് വരുന്നുണ്ട്. അപ്പോൾ അത് കയറാൻ പറ്റുമെന്ന് അറിയില്ല, ട്രൈ ചെയ്യാം. എൻ്റെ അമ്മ, അയ്യ ഉപേക്ഷിച്ച് ഗൈസ്, ഇത് തള്ളിക്കയറ്റാം. അപ്പോൾ ഇവിടെ നിന്നൊരു വ്യൂ കണ്ടോ? നമ്മൾ ഈ ഒരു ക്ലൈമ്പാണ് ഇപ്പോൾ ചവിട്ടി വരാൻ ശ്രമിച്ചത്. വേണ്ട ഗൈസ്, നമുക്ക് തള്ളിക്കയറ്റാം. അതാട്ടോ ഉറവപ്പാറ. കണ്ടോ, ഇന്ന് മഞ്ഞ് കുറവാണ്, അത് കട്ട കോടയായിട്ടില്ല. ആ വീട്ടിലെ ചേട്ടനൊക്കെ നോക്കിയിരിക്കുന്നത് ഇതെന്ത് ഭ്രാന്തായി കാണിക്കുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് ഇങ്ങനൊരു ക്ലൈമ്പ് തള്ളി കയറ്റിയത് മാമലക്കണ്ണം പോയപ്പോഴാട്ടോ. ഇതിപ്പോൾ സെക്കൻഡ് ടൈം. തള്ളിക്കൊണ്ടുപോയി കുഴപ്പമുണ്ടോ? അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ അടുത്ത വീട്ടിൽ ചോദിച്ചതാണ് നമ്മളങ്ങനെ സൈക്കിള് തള്ളി കയറ്റിക്കൊണ്ട് പോയിക്കോട്ടെ, കുഴപ്പമുണ്ടോയെന്ന്. അപ്പോൾ അതങ്ങനെ ചോദിച്ചതിനാന്ന് വെച്ചാൽ, കുറേ പുരാണങ്ങളും വിശ്വാസങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ. ഒരമ്പലവും അതിൻ്റെ ഒരു മറ്റാത്ത ചെറിയൊരു കുളമൊക്കെ. അപ്പോൾ പിന്നീട് പ്രശ്നമാക്കണ്ടല്ലോ എന്ന് ചോദിച്ചിട്ട് ചോദിച്ചാൽ, അപ്പോൾ ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. പഞ്ചപാണ്ഡവർക്ക് വേണ്ടി ഭീമൻ അടുപ്പ് കൂട്ടിയതാണ്. അപ്പോൾ ചരിത്രമൊന്നും ഞാൻ പറഞ്ഞില്ല, കാരണം അതൊക്കെ വേറൊരു വീട്ടിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് കണ്ടോ, നമ്മളോട് സൈക്കിൾ തള്ളി കയറ്റാൻ പറ്റുമെന്ന് ചോദിച്ചു. ഇവിടെ ആൾക്കാർ നിന്നിട്ട് ബിയർ, സിഗരറ്റ്. വാ, ഇതുകൊണ്ട് ആ ഒരു വ്യൂ കണ്ടോ, പൊളി. ഈ ഒരു വ്യൂ സൈക്കിളൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ ഇതേ നമ്മൾ സൈക്കിളായിട്ട് മേളിലേക്ക് പോകണം. മേളിലാണ് അമ്പലം. അപ്പം അത്രയും കയറ്റിയില്ലെങ്കിലും പകുതി കയ്യിലും കൊണ്ടുവെക്കാം, കാരണം വണ്ടി താഴെ വെച്ചിട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ വന്ന് കയറിയ റൂട്ട് ആ സൈഡിൽ കാണാം കേട്ടോ. ഒരു കട്ടക്കോടയും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും നല്ല അടിപൊളി വ്യൂ കേട്ടോ. വേറെ സൈഡിൽ വലിയ ബിൽഡിങ്ങോ കാര്യങ്ങളൊക്കെ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതാണ് ആ കുളം. ഭീമൻ്റെ കാൽപാദം കൊണ്ട് സംഭവിച്ച കുളമാണ് മറ്റാത്ത കുളം എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. ഇത് നമ്മുടെ അമ്പലത്തിൻ്റെ ബാക്ക് സൈഡാട്ടോ. അപ്പോൾ ഇതിലെ നമുക്ക് ഫ്രണ്ടിലേക്ക് പോകുന്ന വഴിയുണ്ട്. അപ്പോൾ അതേ ഫ്രണ്ട് സൈഡിലെ വ്യൂ ഉണ്ടോ? അത് അവിടെ കാണുന്നതാണ് നമ്മുടെ തൊടുപുഴ ടൗണൊക്കെ കേട്ടോ. സമയം 6:50 കേട്ടോ. ഒരു 6:50 വ്യൂ. അപ്പോൾ അത് ഇവിടെയും കൈവരി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് വേണം നടന്ന് കയറി വരാം. അപ്പം ഇത് ഇവിടെയൊക്കെ ഈ പാറയിൽ സ്റ്റെപ്പ് പോലെ വെട്ടിയിട്ടുണ്ട്. അതായത് മഴയൊക്കെ ഉള്ള സമയത്താണെങ്കിൽ വഴിക്കൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ സ്റ്റെപ്പ് പോലെ വിട്ടേക്കുന്നത്. അപ്പോൾ ഇതുപോലെയുള്ളൊരു വ്യൂ പോയിൻറ്റുകളിലൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നെങ്കിൽ സൺറൈസ് അല്ലെങ്കിൽ സൺസെറ്റ് അതിൽ ഒരെണ്ണമായിരിക്കും കാണാൻ പറ്റുന്നത്. അതായത് ഒരു 360 വ്യൂവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഈ ഒരു ലൊക്കേഷൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സൺറൈസും കാണാം, അവിടെ സൺസെറ്റും കാണാം. കാരണം അവിടെ മരവ് കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് അതിൻ്റെ അവിടെ നോക്കിയാൽ ലോങ് വ്യൂ ഒക്കെ കിട്ടും. ഇപ്പോൾ സമയം ഏകദേശം 7 മണിയായി കേട്ടോ. ഇപ്പം വെയിലൊക്കെ വന്നു തുടങ്ങി. അപ്പം അധികം വെയിലാകുന്നതിന് മുമ്പ് നമ്മളിവിടുന്ന് തിരിക്കുന്നു.
ഇതുപോലൊരു ഇറക്കിറങ്ങുന്നൊക്കെ നല്ല ഡേഞ്ചർ സംഭവം കേട്ടോ. നമ്മൾ വളരെ സ്ലോയിൽ ഇറക്കുന്നു. ഇത് നേരെ താഴത്തേക്ക് പോയ ഷോർട്ട് കട്ടായിരുന്നു കാര്യമായി.